എറണാകുളം അങ്കമാലിയിൽ കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആന വിരണ്ടോടി. ക്ഷേത്രത്തിൽ എത്തിച്ച ആനയെ കുളിപ്പിക്കുന്നതിന് ഇടയിൽ ആണ് ആന വിരണ്ടത്. ഒരാൾ മരിച്ചു. ആനയെ ഇതുവരെ തളയ്ക്കാനുമായിട്ടില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ആണ് ചേരുന്നത്. നവമി, മരണപ്പെട്ടതാര് എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, ലോറി ഡ്രൈവറാണ് മരിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പാപ്പാന് പരിക്കേറ്റിട്ടുണ്ട്. ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. എറണാകുളം അങ്കമാലി കിടങ്ങൂരിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ആന വിരണ്ടോടിയത്. ഈ ആനയെ എത്തിച്ച ശേഷം അവിടെ ക്ഷേത്രക്കുളത്തിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോയപ്പോഴാണ് ഇത് വിരണ്ടോടിയത്. രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പാപ്പാന് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആന ഇപ്പോഴും തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ആളുടെ മൃതദേഹം, ഈ ലോറി ഡ്രൈവറുടെ മൃതദേഹവും അവിടുന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആന വലിയ രീതിയിൽ അവിടെ വിരണ്ട് അവിടെ ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന സാഹചര്യമാണ്. ആളുകളൊക്കെ അവിടേക്ക് മാറുന്നുണ്ട്. ഈ ആനയെ തളയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുവെങ്കിൽ പോലും അവിടേക്ക് ആനയുടെ അടുത്തേക്ക് പോലും എത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കൂടുതൽ RRT സംഘം സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. മലയാറ്റൂരിൽ നിന്നുള്ള RRT സംഘമാണ് സ്ഥലത്തേക്ക് തിരിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഈ ക്ഷേത്രക്കുളത്തിൽ കുളിപ്പിക്കാൻ എത്തിയതായിരുന്നു ആനയെ. ആ സമയത്താണ് ആന വിരണ്ടോടിയത്. പാപ്പാന് പരിക്കേറ്റിട്ടുണ്ട്. ലോറി ഡ്രൈവറെയാണ് ഇപ്പോൾ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആന ഇപ്പോഴും തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരു പരിഭ്രാന്തി പരത്തുന്ന സാഹചര്യം തന്നെയാണ്. അവിടെ പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആന. ആളുകളൊക്കെ അവിടെ നിന്നും ഈ ആനയെ തളയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, പാപ്പാനടക്കം തളയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുവെങ്കിൽ പോലും വലിയ ഒരു ആശങ്കാവഹമായ സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ ലോറി ഡ്രൈവറെയാണ് ആന ചവിട്ടിക്കൊന്നിരിക്കുന്നതും. അഭിലാഷ്, യെസ്, ഇപ്പോഴിതാ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അതായത് വിരണ്ടോടിയ ആന അവിടെ ഒരു വാഹനം മറച്ചിടുന്നുണ്ട്. അതൊരു മിനി ലോറി എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ലോറി ഡ്രൈവറാണോ മരണപ്പെട്ടത്, മറ്റാരെങ്കിലുമാണോ എന്നതിൽ ഇപ്പോഴും കൃത്യമായൊരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഒപ്പം പാപ്പാന്മാർക്കുൾപ്പെടെ പരുക്കുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ആനയുടെ ചവിട്ടേറ്റിട്ടുണ്ട് പാപ്പാന് എന്ന തരത്തിലുള്ള സൂചനകളും ഒക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ പ്രതിസന്ധി എന്നത് ഈ നവമി സൂചിപ്പിച്ചതുപോലെ, അതായത് ഈ ആന ഇപ്പോഴും വിരണ്ട് ഓടുന്ന സാഹചര്യം തന്നെയാണ്. ആനയെ തളയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പ്രദേശവാസികൾക്കോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനമോ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നതാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ അവിടേക്ക് എത്തേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് ആനയെ തളയ്ക്കുക എന്നതും അറിയില്ല. കാരണം ഒരുപക്ഷെ മയക്ക് വെടിയൊക്കെ വെക്കേണ്ട സാഹചര്യം വരുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗമുണ്ടാകുമോ എന്നതിലും ഒക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഇപ്പോഴും ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കപ്പെടുകയാണല്ലേ അവിടെ. ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ ആളുകൾക്ക് ഭയന്ന് തുടരേണ്ട ഒരു സാഹചര്യം തന്നെയാണല്ലേ നവമി? അതെ അഭിലാഷ്, ഇപ്പോഴും ആളുകൾ വലിയ പരിഭ്രാന്തിയിലാണ്. ഈ പാപ്പാനും പരിക്കേറ്റിട്ടുണ്ട്. ഈ ലോറി ഡ്രൈവറെ ആന ചവിട്ടിക്കൊന്നിട്ടുണ്ട്. ആ മൃതദേഹം പോലും മാറ്റാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കാരണം ആന അത്രയും പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ്. സമീപത്തുള്ള വാഹനങ്ങൾ, അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളെല്ലാം നശിപ്പിക്കുന്ന നിലയിലായിരുന്നു ആനയുടെ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നത്. ഈ കുളിപ്പിക്കാൻ എത്തിച്ച ആനയാണ് ഈ വിരണ്ടോടിയിരിക്കുന്നത്. മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് സംഭവം ഉണ്ടായത്. ആളുകളൊക്കെ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. കൂടുതൽ RRT സംഘം സ്ഥലത്തേക്ക് എത്തുന്നു. മലയാറ്റൂരിൽ നിന്നുള്ള RRT സംഘമാണ് ഈ സ്ഥലത്തേക്ക്, ഈ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. എന്തായാലും ഒരാളെയാണ്, ഈ ലോറി ഡ്രൈവറെയാണ് പാപ്പാൻ ചവിട്ടിക്കൊന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. വരും മിനിറ്റുകൾക്കുള്ളിൽ അത് അറിയാൻ സാധിക്കും. എന്തായാലും ആന വലിയ രീതിയിലുള്ള ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ്. ആളുകളൊക്കെ ഒരു ശ്രമിച്ചുവെങ്കിൽ, ആനയെ തളയ്ക്കാനൊക്കെ പാപ്പാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും പാപ്പാന് പരിക്കേൽക്കുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും RRT സംഘം എത്താൻ കാത്തിരിക്കുകയാണ്. ശരി, എന്തായാലും നവമി സൂചിപ്പിക്കുന്ന പോലെ ഒരുപക്ഷെ ഈ മരണപ്പെട്ടതാരാണ്, പരിക്കേറ്റവരുടെ സ്ഥിതി എന്താണ്, ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.